നിങ്ങൾ ഗിഫ്റ്റ് നിഫ്റ്റി 63 പോയിൻ്റ് അപ്പാണ്. 63 പോയിൻ്റ് അപ്പാണ്. മാർക്കറ്റ് ട്രെൻഡ് പോസിറ്റീവാണ്. ഡൗ ജോൺസ് ആണെങ്കിൽ ഒരു 260 പോയിൻ്റ് ഡൗൺ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നാസ്ഡാക്കായിട്ട് 300 പോയിൻറ്റും ക്ലോസ് ആയിരിക്കുന്നത്. S&P ഇത് പ്രധാനപ്പെട്ട കാരണം ഇന്ന് ഫെഡിൻ്റെ പോളിസി ഈവനിങ് വരും എന്നുള്ളതുകൊണ്ടാണ് ഈ ഡൗൺ ട്രെൻഡ് മാർക്കറ്റിൽ കാണിക്കുന്നത്. ഫെഡ് ഗവർണർ പറയുന്ന കാര്യങ്ങളിൽ വളരെ ഗൗരവമുള്ള മാർക്കറ്റായി മാറാൻ നാളെ സാധ്യതയുണ്ട്, നെഗറ്റീവ് ഓർ പോസിറ്റീവ്. എങ്കിലും US30 ആയിക്കോട്ടെ, US500, US ടെക് ആയിക്കോട്ടെ, ഇത് മൂന്നും എന്നുണ്ടെങ്കിൽ ഇത് മൂന്നും മാർക്കറ്റിൽ ഇന്ന് കാലത്ത് മാർക്കറ്റിൽ പ്ലസ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നെറ്റ് ഒരു മാർക്കറ്റിന് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ സെക്ഷനിൽ മാർക്കറ്റ് പോസിറ്റീവായിട്ട് തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ADR എടുത്ത് നോക്കുമ്പോൾ ഇൻഫോസിൻ്റെ ADR ഇന്നലെ ടെക് നന്നായിട്ട് തകർച്ച കണ്ടിരുന്നു അവിടെ. അപ്പോൾ ഇന്ത്യൻ ADR എടുത്ത് നോക്കുമ്പോൾ ഇൻഫോസിസ് സ്ലൈറ്റ് ഡൗൺ ആണ്. ICICI ബാങ്കിൻ്റെ ADR എന്ന് പറഞ്ഞാൽ അപ്പോഴും പെർസെൻറ്റേജ് നോക്കൂ, 2.45% അപ്പോൾ എന്ന് പറഞ്ഞാൽ ബാങ്കിന് ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു ബാങ്ക് ഇൻഡെക്സ് വാങ്ങേണ്ട കാര്യങ്ങൾ അതിൻ്റെ പെർഫോമൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ കേസ്. അപ്പോൾ ഇത് 2.45% അപ്പാണ്. ടെക് വീണ്ടും വിബ്രോയിൽ ഡൗൺ ആണ്. HDFC ബാങ്കിൻ്റെ ADR അപ്പാണ്. അപ്പോൾ ഒരു കാര്യം തീർച്ചയാണ്, ബാങ്ക് നിഫ്റ്റി ഇന്നും ഒരു ഗ്യാരണ്ടി മൂവ്മെൻറ്റ് മുകളിലേക്ക് ഉണ്ടാവാൻ സാധ്യത. ബാങ്ക് നിഫ്റ്റിയിൽ അട്രാക്ഷൻ മാർക്കറ്റിൽ ഇന്നും തിരിച്ചുണ്ടാവാൻ സാധ്യതയുണ്ട്. FIA ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുമ്പോൾ, അല്ലെങ്കിൽ DIS ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുമ്പോൾ DIS ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ച് കുറവാണെങ്കിലും ഏകദേശം ഒരു 2534 കോടിയുടെ ബൈ കാണിക്കുന്നുണ്ട്. അതിൽ പോസിറ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് 694 കോടി രൂപയുടെ ഫോറിൻ ഇൻവെസ്റ്ററിൻ്റെ ബൈ വന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അവർ സെല്ല് ചെയ്തിട്ടില്ല എന്നുള്ളത് മാത്രമാണ് ഇവിടെ പോസിറ്റീവായിട്ട്. അപ്പോൾ നമുക്ക് ഈ മാർക്കറ്റിൽ നിന്ന് ഒരു പോസിറ്റീവ് ട്രെൻഡ് FISൻ്റെ സെക്ഷനിൽ നിന്ന് അല്ലെങ്കിൽ FPയുടെ സെക്ഷനിൽ നിന്നൊരു ബൈ വന്നതായിട്ട് കാണാം. ഡോളർ ഇൻഡെക്സ് ആണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഡോളർ ഇൻഡെക്സ്, അമേരിക്കൻ ഡോളർ ഇൻഡെക്സ് അത് ഡൗൺ ട്രേഡിങ്ങിൽ വരുന്നത്, ഡൗൺ ആയിട്ട് വരുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവാണ്. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ വേഗം ഒരു 87 നിന്ന് റിക്കവർ ചെയ്ത് മുന്നോട്ട് വരാൻ പറ്റുന്നത്. അപ്പോൾ ഇന്ന് 102.97 ആയി എന്ന് പറഞ്ഞാൽ നമുക്ക് അമേരിക്കയുടെ ഈ ഒരു ചെറിയൊരു തളർച്ച നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടുന്നുണ്ട്. ഇന്ന് 122.9 ആയി, 103 താഴേക്ക് പോയി. അപ്പോൾ ഇത് പോസിറ്റീവായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഡോളർ ഇൻഡെക്സ് ഡൗൺ ആവുന്നത് ഇന്ത്യയെ സംബന്ധിച്ചും അല്ലെങ്കിൽ മറ്റുള്ള കറൻസി രാജ്യങ്ങളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് എടുക്കാവുന്നതാണ്. അടുത്ത് എനിക്ക് ഞാൻ പ്രത്യേകിച്ച് സാധാരണ പറയാറുന്നില്ലെങ്കിൽ ഞാൻ പറയുകയാണ്, ഈ ക്രൂഡ് ഓയിൽ കളിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കുക. ഇന്നലെ പൊട്ടിയൊരു ട്രെൻഡ് കണ്ട, ഇത്രയും വലിയൊരു ഡൗൺ ട്രെൻഡ് ഞാൻ ഇന്നലെ തന്നെ എൻ്റെ ഒരു കസ്റ്റമറിനോട് പറഞ്ഞു സൂക്ഷിക്കണം. കാരണം ഉക്രൈൻ യുദ്ധം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞാൽ എന്താണ് നാട്ടിൽ വേറെ ഇഷ്യൂസുകളൊന്നുമില്ല. അപ്പോൾ ഞാൻ എല്ലാ എനർജി സെക്ടറുകളും താഴത്തേക്ക് പോരുകയാണ്. അപ്പോൾ ഇതിൽ ക്രൂഡ് ഓയിൽ ഒരു എനർജി സെക്ടറിൽ വരുന്നതായതുകൊണ്ട് തന്നെ സൂക്ഷിക്കണം, ഇത് താഴത്തേക്ക് വരണം. ക്രൂഡ് ഓയിൽ താഴത്തേക്ക് വരുമ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് മെറ്റൽ സ്റ്റോക്സും താഴത്തേക്ക് പോകേണ്ടതാണ് കേട്ടോ. അപ്പോൾ മെറ്റൽ സ്റ്റോക്സ് ഹോൾഡ് ചെയ്യണവർ ശ്രദ്ധിക്കുക. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസിൽ സംസാരിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ക്രൂഡ് ഓയിൽ താഴത്തേക്ക് വരികയാണെങ്കിൽ മെറ്റൽ സ്റ്റോക്സും താഴത്തേക്ക് വരേണ്ട വില കുറയേണ്ടതാണ്. കാരണം അതിൻ്റെ കോമ്പണൻസ് വെച്ചിട്ട് ഉണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ശ്രദ്ധിക്കുക, മെറ്റൽ സ്റ്റോക്സ് ചിലപ്പോൾ ഒരു ദിവസം കൊണ്ടാവില്ല, ടൈം ബേസ്ഡ് ആവും താഴത്തേക്ക് വരിക. എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ക്രൂഡ് ഓയിലിൻ്റെ താഴ്ച. അതുപോലെ ക്രൂഡ് ഓയിൽ ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഒരു നിലയ്ക്കും ഈ മാർക്കറ്റിൽ ഭയങ്കര അപ്പ് ആൻഡ് ഡൗൺസ് ആണ്. സൂക്ഷിച്ച് കളിക്കുക. താഴത്തേക്ക് വരുന്ന സ്പീഡ് എപ്പോഴും കൂടുതലായിരിക്കും. മെയിനായിട്ട് അടുത്ത് പറഞ്ഞ ഫെഡ് പോളിസിയാണ്. US പോളിസി എന്തായാലും എല്ലാവർക്കും അറിയാം. ഒരു വിധത്തിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഡൗൺ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ പറയാൻ പോകുന്ന ഗവർണർ എന്താണ് സ്പീച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ പൗൽ സാർ എന്താണ് സ്പീച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ്. മിക്കവാറും നെഗറ്റീവ് സ്പീച്ച് ആണ് വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് മാർക്കറ്റിനെ ഡൗൺ ട്രേഡ് ചെയ്യും. അല്ല ഹെവി നെഗറ്റീവ് ന്യൂസ് തന്നുകൂടാന്ന് ഇല്ല മാർക്കറ്റിൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈവനിങ് എന്താ പറഞ്ഞാൽ ഈ ആഫ്റ്റർനൂൺ നമ്മുടെ മാർക്കറ്റ് ചിലപ്പോൾ ഒന്ന് താഴത്തേക്ക് വരാൻ സാധ്യത ഇല്ലാതില്ല. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇന്ന് ഒരു 1:30 ശേഷം 1:30 ശേഷം മാർക്കറ്റ് ചിലപ്പോൾ റിയാക്ട് ചെയ്ത് വേഗം ഒരു ഡൗൺ ഗ്രേഡിങ്ങിൽ ഉണ്ടായിക്കൂടാന്നില്ല.
അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുക. കാരണം ന്യൂസ് ഡേഞ്ചറായിട്ടുള്ള എന്തെങ്കിലും ഫീച്ചേഴ്സ് വരികയാണെങ്കിൽ മാർക്കറ്റ് അവിടെ നല്ല രീതിയിൽ അവിടെ സെല്ലിങ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, സ്വാഭാവികമായിട്ടും നമ്മൾ IT സ്റ്റോക്സിലൊക്കെ താഴ്ത്തിക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു റിസ്കി തീരുമാനമാണ്. വേണമെന്നുള്ളവർക്ക് ബുക്ക് ചെയ്ത് നമുക്ക് ഈ ഒരു ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും പൊസിഷൻസ് എടുക്കുക എന്നാണ് ചിന്തിക്കേണ്ടത്. ഡിവിഡൻ്റായിട്ട് ബന്ധപ്പെട്ട് REC ശ്രദ്ധിക്കാവുന്നതാണ്. ന്യൂസുകളും RECക്ക് ഉണ്ട്. അപ്പോൾ REC ഒന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. ഓക്കെ, ആയിട്ട് പറയുന്നതാണ്. ഇന്നലെ അപ്പർ സർക്യൂട്ട് വന്നിട്ടുണ്ടായിരുന്നു, ന്യൂസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. പ്രീമിയം എക്സ്പോർഷൻസ് എന്ന് പറഞ്ഞാൽ ഷെയർസ് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഡീറ്റെയിൽസ് ഞാൻ കുറച്ച് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് സ്ക്രീനറിൽ എന്നുള്ളതാണ്, ജസ്റ്റ് നോക്കാവുന്നതാണ്. ഓക്കെ, വാച്ച് ചെയ്യാം. അഡാനി എൻ്റർപ്രൈസസിൻ്റെ ഒരു പ്രത്യേകത പറയുകയാണ് ഈ ന്യൂസുകൾ തന്നെയാണ്. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നേവി മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ന്യൂസുകൾ നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു എൻ്റർപ്രൈസസിൻ്റെ ഒരു ക്വാളിറ്റി കൂടുതലായിരിക്കും എന്ന് തോന്നുന്നു. പ്രധാനപ്പെട്ട കൗണ്ടർ തന്നെയാണ്. എന്തായാലും എയർപോർട്ടിലെ ഡെവലപ്മെൻറ്റിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരികയാണ്. ശ്രദ്ധിക്കുക, അഡാനി എൻ്റർപ്രൈസസ്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള സിനാരിയോയിൽ നമുക്ക് ടാറ്റ പവർ വാച്ച് ചെയ്യാവുന്ന ഒരു കൗണ്ടറാണ്. ഈ ഒരു സിറ്റുവേഷനിൽ പവർ സ്റ്റോക്സുകൾക്ക് ഒരു പോസിറ്റീവ് ട്രെൻഡ് കീപ്പ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ചോള ഫിനാൻസ് ഹോൾഡിംഗ് വാച്ച് ചെയ്യാവുന്നൊരു കൗണ്ടറാണ്. ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഓവറോയ് റിയാലിറ്റിയാണ്. ന്യൂസ് ബേസ്ഡ് 2 ദിവസമായിട്ട് ചെറിയ ന്യൂസിലുണ്ട്. പുതിയ മാളുകൾ വരുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. വാച്ച് ചെയ്യേണ്ട കൗണ്ടറാണ്. ഇത് പൂനംവാല ഫിൻകോപ്പറാണ്. ലോൺ ബിസിനസ് അപ്ട്രേഡ് ആവുന്നുണ്ട്. അങ്ങനത്തെ കൂടുതൽ ന്യൂസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പൂനംവാല ഫിൻകോപ്പും വാച്ച് ചെയ്യാവുന്ന കൗണ്ടറാണ്. ഗിഫ്റ്റ് നിഫ്റ്റി നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി ചിലപ്പോൾ ഇപ്പോൾ ഏകദേശം 58 പോയിൻ്റ് അപ്പ് ട്രെൻഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫെഡ് പോളിസി. ഒന്ന് നമുക്ക് വേണ്ടത് ഫെഡ് പോളിസിയാണ്. ഫെഡ് പോളിസിയിൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് നാളെ ഡൗൺ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫെഡ് പോളിസി മോശമാവോ ഇല്ലേ അറിയില്ല. ഒരു അൺസർട്ടനിറ്റി ഉള്ള സമയത്തൊക്കെ പ്രോഫിറ്റ് ബുക്കിംഗ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഉച്ചയ്ക്ക് ശേഷമുള്ള മാർക്കറ്റ് പ്രോഫിറ്റ് ബുക്കിങ്ങിനായിട്ട് മാറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലത്. കാരണം മാർക്കറ്റ് അതിന് മാത്രം ഒരു മൂവ്മെൻറ്റ് തരാൻ മാത്രമുള്ള ഗുഡ് ന്യൂസുകൾ ഇല്ല. ADRയുടെ വലുപ്പത്തിൽ വരുന്ന ബാങ്ക് നിഫ്റ്റിയിലെ മൂവ്മെൻറ്റ് വരാം എന്നത് ഒഴിച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ സ്റ്റോക്സിൽ ട്രേഡിംഗ് പാറ്റേണിൽ ഒരു മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം മാർക്കറ്റിൽ എൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് ഒരു സെല്ലിങ് വരികയാണെങ്കിൽ, കാരണം അമേരിക്കൻ മാർക്കറ്റിൽ വരുന്ന ന്യൂസുകൾ ചിലപ്പോൾ വളരെ ഗൗരവമുള്ള ഫെഡ് എന്തെങ്കിലും പറയുകയാണെങ്കിൽ മാർക്കറ്റിൽ നെഗറ്റീവ് ട്രെൻഡ് വരും. അപ്പോൾ മാക്സിമം നമ്മൾ എൻ്റെ ഒരു ഐഡിയകളാണ് ഞാനെല്ലാം എൻ്റെ ചാനലിൽ കൂടെ പറയുന്നത്. പറഞ്ഞാൽ മാക്സിമം നിങ്ങൾ ഫ്യൂച്ചർ ആയിക്കോട്ടെ പൊസിഷൻ നിങ്ങൾ നാളെ കാലത്തേക്ക് കൊണ്ടുപോകുന്നതിൽ റിസ്ക് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് മാർക്കറ്റിൽ അപ്പ് ട്രെൻഡ് കാണുമ്പോൾ പുതിയ പൊസിഷൻ ലോഡ് ചെയ്യുന്നത് കുറയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു. സെയിം ഡേയിൽ ഏർലി മോർണിംഗിൽ ഉണ്ടാക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. താങ്ക് യു.